തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടിയും BJPയും തമ്മിൽ ധാരണയെന്നാണ് KS ശബരിനാഥൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. നിയമത്തായതിനാൽ ശിവൻകുട്ടിക്ക് BJPക്കാരെ സ്നേഹിക്കണമെന്നാണ് വിമർശനം. കോർപ്പറേഷൻ ഭരണം തികഞ്ഞ പരാജയമാണെന്നും നഗരത്തെക്കുറിച്ച് CPMന് കാഴ്ചപ്പാടില്ലെന്നും ശബരിനാഥൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കുമുള്ള സ്ഥലം പാർട്ടിയിലുണ്ടെന്നാണ് ശബരിനാഥൻ പറയുന്നത്. എപ്പോഴും മുകളിലേക്ക് നോക്കാതെ താഴേക്കും നോക്കണം. എല്ലാ പദവിക്കും അതിന്റെ ഭംഗിയുണ്ട്. താല്പര്യമുള്ളവർ മത്സരിക്കണമെന്നും ശബരിനാഥൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശബരിനാഥൻ പറഞ്ഞതൊന്ന് കേൾക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ഒരു മുഴം നീട്ടിയെറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രമുഖൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് മുൻ MLA യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന KS ശബരിനാഥനാണ്. ശബരിനാഥനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. മേയർ സ്ഥാനാർത്ഥിയാണോ? കോൺഗ്രസ് ഇത്തവണ ഒന്നാം സ്ഥാനത്തെത്തും. കോൺഗ്രസിന്റെ നല്ല ഒരാൾ കോൺഗ്രസിന്റെ മേയറാകും. നമ്മുടെ ലക്ഷ്യം UDFനെ വിജയിപ്പിക്കുക, തിരുവനന്തപുരത്തെ ഒന്നാമതെത്തിക്കുക എന്നുള്ളതാണ്. ട്രെയിലർ പുറത്തുവിടുമ്പോൾ തന്നെ ഒരു ആശങ്ക എതിർപ്പാളയത്തിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഈ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ വരുന്നു. BJPയുമായി ധാരണയുണ്ടെന്ന് ഒരു മന്ത്രി തന്നെ പറയുന്നു. അങ്ങനെ ഒരു ആശങ്കയുള്ളതായിട്ട് തോന്നുന്നു. ശ്രീ ശിവൻകുട്ടി നിയമത്തായതുകൊണ്ട് ശിവൻകുട്ടി സാറിന് BJPക്കാരെയൊക്കെ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത് വെച്ചാണ് അദ്ദേഹം ഉദ്ദേശിച്ച് പറഞ്ഞത്. അത് തെറ്റുപറ്റിപ്പോയതാണ്. ഇവിടെ അവർ അഡ്ജസ്റ്റ്മെന്റ് നിൽക്കുന്നത് CPM BJPയാണ്. കോൺഗ്രസും UDFും വിജയിക്കുവാനുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, വികസന അജണ്ട പറഞ്ഞുകൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ തിരുവനന്തപുരം ജില്ലയ്ക്കുണ്ട്, ധാരാളം അവസരങ്ങൾ തിരുവനന്തപുരം ജില്ലയ്ക്കുണ്ട്. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന നാളത്തെ ഒരു നഗരമായി, ഒരു സുസ്ഥിര നഗരമായി തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയും. ആ വിശ്വാസം നമുക്കുണ്ട്. അതിനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികളായി നമ്മൾ മുന്നിൽ വരികയാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കോർപ്പറേഷൻ ഭരണം അത് തിരുവനന്തപുരം നഗരത്തിലെ ജീവിക്കുന്ന ആളുകൾ വിലയിരുത്തുന്നതാണ്. നിങ്ങൾ പാർട്ടിക്കാരോട് ജനങ്ങൾ സംസാരിക്കണം. നിങ്ങൾ സാധാരണ CPMകാരോട് സംസാരിക്കണം. ആ കോർപ്പറേഷൻ ഭരണം തികഞ്ഞ പരാജയമാണെന്ന് CPM തന്നെ സമ്മതിക്കുകയാണ്. ഒരു നഗരത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ജനങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് നിർഭാഗ്യവശാൽ CPMനില്ല. ഇപ്പോൾ ഇനി അങ്ങോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി മത്സരിച്ച് അവർ പാർട്ടി പറയുന്ന എല്ലാ ചുമതലകളിലും അല്ലെങ്കിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സന്ദേശം നൽകാൻ കൂടി ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കുമുള്ള സ്ഥലം ഈ കോൺഗ്രസ് പാർട്ടിയിൽ. എൻ്റെ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു മരം കയറി മുകളിലോട്ട് പോകുമ്പം നമ്മളെപ്പോഴും മുകളിലോട്ട് നോക്കുമല്ലോ. നമ്മൾ താഴോട്ടും നോക്കി നമ്മുടെ കൂടെയുള്ള ആളുകൾ എവിടെയാണെന്നുള്ളത്. എല്ലാ പൊസിഷനും അതിൻ്റെ ബ്യൂട്ടി ഉണ്ട്. പാർട്ടിയും നാടുമാണ് വലുത്. പാർട്ടിക്ക് വേണ്ടിയും തിരുവനന്തപുരം നല്ല നാടിന് വേണ്ടിയും കൂടിയാണ് ഞാൻ 25-ാം നമ്പർ വാർഡിൽ മത്സരിക്കുന്നത്. അതുപോലെ താല്പര്യമുള്ള കൂടുതൽ ആളുകൾ വന്ന് മത്സരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള കൃത്യമായ കൂടിയാണ് KS ശബരിനാഥൻ അടക്കമുള്ള പാനൽ കോൺഗ്രസിനു വേണ്ടി ഇത്തവണ കോർപ്പറേഷനിൽ ജനവിധി തേടി ഇറങ്ങുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു MLനൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഓക്കെ, നല്ല നീക്കമാണ്. ഇതിനകത്ത് ശബരിനാഥൻ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എന്താണെന്നറിയോ? ഏതൊരു പദവിക്കും ആ പദവിയുടേതായിട്ടുള്ള അന്തസ്സുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു MP ആവാനും പ്രധാനമന്ത്രിയാവാനും മുഖ്യമന്ത്രിയാവാനും ഒക്കെ കുപ്പായം തയ്ച്ചിരിക്കുന്നവരുടെ ഇടയിൽ അങ്ങനൊരു ശബ്ദം കേൾക്കുന്നത് നല്ലതാണ് എന്നാണ് നമ്മുടെയും അഭിപ്രായം. കാരണം ഗ്രാമങ്ങൾ ഇന്ത്യയുടെ ആത്മാവാണ് എന്ന് പറഞ്ഞത് നമ്മളുടെ ഗാന്ധിജിയാണ്. ജനകീയ ആസൂത്രണത്തിന്റെ കാരണക്കാരൻ തന്നെ ഗാന്ധിയൻ ആശയങ്ങളായിരുന്നു. വില്ലേജ് റിപ്പബ്ലിക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം. പക്ഷേ ആശയം പ്രായോഗികമായി എത്രമാത്രം സാധ്യമാണ് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ നമുക്ക് സ്വയം പര്യാപ്തമാക്കി ഗ്രാമങ്ങളെ മാറ്റാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നതിനെ കളിയാക്കുക അല്ല വേണ്ടത് എന്നതാണ് എൻ്റെയും പക്ഷം. മത്സരിക്കട്ടെ മുതിർന്ന നേതാക്കൾ. അങ്ങനെയല്ലേ തദ്ദേശം നല്ല ദേശമായിട്ട് മാറുക.